ബീഹാർ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിലേക്ക് പതിയെ മാറുമ്പോൾ ആ മഹാസഖ്യവും തയ്യാറെടുപ്പുകൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ വർഷം അവസാന മാസങ്ങളിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെയായി ഇനി തിരക്കുള്ള നാളുകളാണ് ബീഹാറിന് കാത്തിരിക്കുന്നത്. മറുവശത്ത് BJP-JDU കൂട്ടുകെട്ട് തുടർഭരണം ആവർത്തിക്കാനാണ് ബീഹാറിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 70 സീറ്റുകളാണ് ബീഹാറിൽ മത്സരിച്ചത്. 19 സീറ്റിൽ മാത്രമാണ് ജയിക്കാനായത്. അതുകൊണ്ട് തന്നെ കടുംപിടുത്തം പാടില്ലെന്നും ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ മാത്രം ലക്ഷ്യം വെക്കാനുമാണ് കോൺഗ്രസിന് RJD നൽകുന്ന നിർദ്ദേശം. 70 സീറ്റുകൾ തന്നെ ഇക്കുറി ലഭിക്കുമെന്ന ഉറപ്പുകളൊന്നും കോൺഗ്രസിന് മുന്നിൽ വെക്കാനും RJD തയ്യാറായിട്ടില്ല എന്ന് സാരം. കുറഞ്ഞ പക്ഷം 50 സീറ്റുകളെങ്കിലും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ലക്ഷ്യം BJP-യും JDU-യും ആണെന്നും അത് മുന്നിൽ കണ്ടുകൊണ്ട് സീറ്റുകൾക്കായി കടുംപിടുത്തം പാടില്ലെന്നും പൊതുനിർദ്ദേശം മഹാസഖ്യം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചയെ പൂർത്തിയാക്കും. പിന്നീട് പാർട്ടികൾ സ്വന്തമായി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. ജൂലൈ മാസത്തിൽ സ്ഥാനാർത്ഥികൾ ആരാണെന്ന അന്തിമ തീരുമാനം എടുക്കുമെന്നും പിന്നീട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുമെന്നുമാണ് മഹാസഖ്യം പറയുന്നത്. NDA ക്യാമ്പിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. സീറ്റ് വിഭജനം തന്നെയാണ് കീറാമുട്ടിയായി നിൽക്കുന്നത്. നിലവിൽ ബീഹാർ നിയമസഭയിൽ JDU-വിനേക്കാൾ അധികം MLA-മാർ BJP-ക്കുണ്ട്. ആ സീനിയോറിറ്റി സീറ്റ് വിഭജനത്തിൽ കാണിക്കുമെന്ന് BJP മുന്നറിയിപ്പ് നൽകിയും കഴിഞ്ഞു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതും NDA സർക്കാരിനെ താങ്ങി നിർത്തുന്നത് തങ്ങളാണെന്ന മുന്നറിയിപ്പും JDU നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ BJP-യും JDU-യും അത്ര രസത്തിൽ അല്ല മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറിയ ആം ആദ്മി പാർട്ടി ബീഹാറിൽ ശക്തമായ രംഗത്ത് ഇറങ്ങുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിനും NDA-ക്കുമെതിരെ മത്സരിക്കുമെന്ന് AAP പറയുമ്പോഴും അത് കൂടുതൽ തിരിച്ചടിയാകുന്നത് കോൺഗ്രസിനാണെന്ന് പറയേണ്ടിയും വരും. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുമിച്ച് കിട്ടിയ വോട്ടുകൾ ഗുണം ചെയ്തെങ്കിൽ ഇക്കുറി വോട്ടുകൾ വിഭജിച്ചാൽ കോൺഗ്രസിന് തന്നെയാണ് തിരിച്ചടിയാകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളിലും സഖ്യങ്ങളില്ലാതെ മത്സരിക്കുമെന്ന് AAP കൺവീനർ സൗരഭ് ഭരദ്വാജ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ആകെയുള്ള 243 നിയമസഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തും. ഇന്ത്യ സഖ്യത്തിലേക്ക് തിരികെ പോകാനുള്ള സാധ്യതകളും AAP തള്ളിക്കളയുന്നുണ്ട്. ബീഹാറിൽ മത്സരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പാർട്ടി ആരംഭിച്ചതായി ആം ആദ്മി പാർട്ടി ജോയിന്റ് സെക്രട്ടറി മനോരഞ്ജൻ സിംഗ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് സൗരഭ് ഭരദ്വാജ് ഒരാളുമായും സഖ്യത്തിനില്ല എന്ന് വ്യക്തമാക്കിയത്. ആം ആദ്മി പാർട്ടിയുടെ ഭരണകാലത്ത് ദേശീയ തലസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ബീഹാറിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് എന്നും അത് വോട്ടായി മാറുമെന്നും എല്ലാം AAP കണക്ക് കൂട്ടുന്നുണ്ട്. AAP-യുടെ നിലപാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ലോട്ടറിയാകുമെന്ന് BJP അടക്കം പറയുന്നുമുണ്ട്. എങ്കിലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമെന്നും NDA സഖ്യം ബീഹാറിൽ കടപുഴകി വീഴുമെന്നും മഹാസഖ്യം പ്രതീക്ഷിക്കുകയാണിപ്പോൾ.